സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് സംഭാവനകൾ അയച്ചു തരിക. ഗൂഗിൾ പേ നമ്പറുണ്ട്, വീഡിയോയിൽ വിവരങ്ങൾ അറിയിക്കുക. വാട്സപ്പ് നമ്പറും വച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വലിയ സന്നാഹമാണ് BJP നടത്തുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഇപ്പോൾ വലിയൊരു ബഹളത്തിലേക്ക് പോയിട്ടുണ്ട്. ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെടുത്തി, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെടുത്തിയും വോട്ടേഴ്സ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്, കള്ളവോട്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, വലിയൊരു ഹൈപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനിടയിൽ നടക്കാൻ പോകുന്ന മറ്റൊരു രസകരമായ കാര്യം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. 2026 കേരള അസംബ്ലിയിൽ നമ്മുടെ ലീഡർ കരുണാകരൻ്റെ പുത്രി പത്മജ വേണുഗോപാലിൻ്റെ ശബ്ദം ഉയരാനുള്ള സാധ്യതയാണ് കേൾക്കുന്നത്. പത്മജ വേണുഗോപാലിനെ ഗവർണറാക്കുക, ഡൽഹി ഡെപ്യൂട്ടി ഗവർണറാക്കുക, അങ്ങനെ ഒത്തിരി സാധ്യതകൾ വന്നു. നമ്മളും വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ തന്നെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനമായി വരുന്നത് തൃശ്ശൂരിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 946, അതായത് 1000-ന് താഴെ വോട്ട്, 500 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ പത്മജ ജയിച്ചേനെ. 1000-ലധികം വോട്ടിനാണ് കൂടെ പിടിച്ചിരുന്നെങ്കിൽ ജയിക്കുമെന്ന നിലയിലേക്ക് വന്ന പത്മജ വേണുഗോപാൽ തോറ്റുപോയി. CPIയുടെ ഒരു നേതാവാണ് അവിടെ ജയിച്ചത്. അതേസമയം ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്, തൃശ്ശൂരിൽ നിയമസഭാ മണ്ഡലത്തിൽ. അപ്പോൾ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വോട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പത്മജ വേണുഗോപാലിൻ്റെ വോട്ടും ഇവയെല്ലാം കൂടി കണക്കൂട്ടി അവിടുത്തെ കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാനും BJP നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അലവേള വരികയാണ്. ഈ പ്രാവശ്യത്തെ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ ആയിരിക്കും കേരള അസംബ്ലിയിൽ BJPക്ക് വേണ്ടി വരുന്ന ആദ്യത്തെ വനിത. ആദ്യത്തെ പുരുഷൻ ഗോപാൽ വന്നു, രണ്ടാമതിന് ഒത്തിരി പേര് വരുമെന്നാണ് കേൾക്കുന്നത്. എന്നാൽ ആദ്യത്തെ വനിതയായി ശോഭാ സുരേന്ദ്രനും മത്സരിക്കും. പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുന്നത് BJPയുടെ സമ്പൂർണ്ണ BJP അക്കൗണ്ടിലാണ്. പക്ഷേ പത്മജ വേണുഗോപാൽ വരുന്നതെങ്കിൽ അതിനൊരു സൗന്ദര്യമുണ്ട്. കാരണം പത്മജ വേണുഗോപാൽ ലീഡർ കരുണാകരൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ കരുണാകരൻ്റെ മകൾ വന്ന് അസംബ്ലിയിൽ പറയുന്ന ഓരോ വാക്കുകൾക്കും വലിയ പ്രസക്തി ഉണ്ടായിരിക്കും. മുരളീധരൻ എന്ന് പറയുന്ന സഹോദരൻ കോൺഗ്രസിൻ്റെ വലിയ നേതാവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിൻ്റെ ശബ്ദം കേരളത്തിലെ അസംബ്ലിക്കകത്ത്, നിയമസഭയ്ക്കകത്ത് വരുന്നത് വലിയൊരു കൗതുകമായിരിക്കും, രസകരമായിരിക്കും. അവരുടെ ഓരോ പ്രസ്താവനകൾ എന്തായാലും അവർ പക്വതയുള്ള നേതാവാണെന്ന് പലപ്പോഴും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അല്ലാതെ പ്രസംഗത്തിലൂടെയൊക്കെ അവർ തെളിയിച്ചിട്ടുണ്ട്. അവർ തൃശ്ശൂരിങ് എടുക്കും എന്നുള്ള നിലയിൽ തന്നെയാണ്. അവസാനത്തെ കോൺഗ്രസ്സുകാരനെയും ഊറ്റിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ അവർ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞു. അവർ അവിടെ ആവശ്യമായ പ്രവർത്തനം നടത്തുന്നു. പത്മജ വേണുഗോപാൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തീർച്ചയായും ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള അസംബ്ലിയിൽ വീണ്ടും കരുണാകരൻ്റെ മകൾ വരുന്നു. അങ്ങനെ വരുന്നത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കുറിക്കും. ഒരു വനിത എന്നുള്ള നിലയിൽ പത്മജ വേണുഗോപാൽ തിളങ്ങുക തന്നെ ചെയ്യും. നാളെ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഭരണം കിട്ടിയാൽ തീർച്ചയായും മന്ത്രിയായിരിക്കും. അതല്ല മറ്റേതെങ്കിലും രീതിയിൽ കേന്ദ്രത്തിലുമൊക്കെ ഉള്ള സ്ഥാനങ്ങൾ വരികയാണെങ്കിലും പത്മജ വേണുഗോപാൽ അർഹപ്പെടുന്ന സ്ഥലത്തെത്തും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഈ കാര്യം പുറത്തുവിടുന്നത് പത്മജ വേണുഗോപാലുമായി BJPയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്ത എന്നുള്ള നിലയിലാണ്. തൃശ്ശൂർ പിടിക്കാൻ പത്മജ വേണുഗോപാൽ അരങ്ങും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തൃശ്ശൂർ കാണാം.